സാധാരണ സംരംഭം തുടങ്ങി പ്രോഫിറ്റ് വരാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അത് എങ്ങനെ ചെലവാക്കണം എന്നൊരു ആശയക്കുഴപ്പം വന്നാൽ അതിനെന്താ മറുപടി? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ പണം വന്നു എന്ന് മനസ്സിലാവും. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത, നമ്മൾ ഉണ്ടാക്കുന്ന പണം ഇത് ചെലവഴിക്കാനുള്ളതാണ് എന്നാണ്. അല്ല, അങ്ങനെയല്ല. നമ്മൾ ഉണ്ടാക്കുന്ന പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്, അതാണ് നമ്മുടെ സ്പെൻഡബിൾ ഇൻകം. വിച്ച് മീൻസ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ഇറ്റ്സ് ക്യാപിറ്റൽ ഫോർ അസ് ടു ഇൻവെസ്റ്റ്. നമ്മളൊരു താറാവ് കൃഷി തുടങ്ങുകയാണ് എന്നിരിക്കുക. അപ്പോൾ ഒരു ഫാമുണ്ട് നമുക്ക്. ഓക്കെ, ഈ ഫാമിൻ്റെ അകത്ത് നമുക്ക് മുട്ടയിടുന്ന താറാവുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും, അതൊരു ജീവനക്കാരനായിക്കോട്ടെ ബിസിനസ് ഓണർ ആയിക്കോട്ടെ, നമുക്കെല്ലാവർക്കും ഒരു താറാവ് ഫാം വേണം. എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഫാമിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നതെല്ലാം എന്തായിരിക്കണം? ഒരു താറാവിനെ പോലെ ഇടുന്നത് അസറ്റുകളായിരിക്കണം. അപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ഇത് നമ്മൾ റെൻറ്റിന് കൊടുത്തിരിക്കുക. ഈ റെൻ്റ് എന്താണ്? ആ താറാവ് തരുന്ന പൊന്മുട്ടയാണ്. ഈ മുട്ട വിറ്റ് നമുക്ക് ജീവിക്കാം, പക്ഷേ താറാവിനെ തുടരുത്. അപ്പം എത്ര താറാവിനെ നമുക്ക് ഓരോ ക്വാർട്ടറിലും ഓരോ വർഷവും നമ്മുടെ ഫാമിലേക്ക് പുതിയത് ആഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ആ താറാവിൽ നിന്ന് കിട്ടുന്ന മുട്ടയായിരുന്നു നമ്മളുടെ സ്പെൻഡബിൾ ഇൻകം. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഇൻകം ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിനുള്ളതാണ്? ഈ താറാവിനെ വാങ്ങിക്കാനുള്ളതാണ്, ചിലവാക്കാനുള്ളതല്ല.